ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ കേക്ക് ക്രഷ് വെച്ച് ചെയ്യുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് 3 തവണ ഒന്ന് അരിച്ചെടുക്കാം. ഈ മൈദ മിക്സ് മാറ്റി വെച്ച ശേഷം 4 മുട്ടയെടുക്കാം. 4 മുട്ടയും ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. എടുക്കുന്ന പാത്രത്തിലൊന്നും നനവുണ്ടാവരുത്. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ 1 കപ്പ് പഞ്ചസാര കിട്ടും കേട്ടോ. ഈ പഞ്ചസാര മുട്ടയിലേക്ക് കുറച്ചായി 3 തവണ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ യെല്ലോ കളർ മാറി വൈറ്റ് കളറായി വരും. ആ സമയം വരെ ബീറ്റ് ചെയ്യണം കേട്ടോ. നന്നായി ബീറ്റായി വന്നാൽ ഒരു 2 ഡ്രോപ്സ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കളർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ പൈനാപ്പിൾ കേക്ക് അല്ലേ, അപ്പോൾ കളർ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. കളർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സമയം ഞാനിവിടെ ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ ബേക്ക് ചെയ്യുന്ന പാത്രം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ 3 തവണയായി ഇട്ട് കൊടുത്ത് പതിയെ വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പീഡിൽ ഇളക്കി മിക്സ് ചെയ്യരുത് കേട്ടോ. പതിയെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. മോൾഡിൽ ഓയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാറ്റർ മുഴുവനായി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്തില്ലെങ്കിൽ സ്പോഞ്ച് ബേക്കായി വരുന്ന സമയത്ത് അതിൽ മുഴുവൻ എയർ ബബിൾസ് ഉണ്ടാകും. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ടൈം 45 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. സ്പഞ്ച് ബേക്കായി വന്നിട്ടുണ്ട്. ഉള്ളി നന്നായി വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കാം. സ്ക്വയറിൽ ബാറ്റർ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. സ്പഞ്ച് ഡിമോൾഡ് ചെയ്ത് ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. ഇനി സ്പഞ്ചിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം 3 ലെയറായി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഐസിങ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒന്ന് സ്റ്റിഫായി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കിയെടുക്കാം. ഈ പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ. ഇനി ബോർഡിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബോർഡിൽ നിന്ന് തെന്നി നീങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ക്രഷ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ക്രഷ് ഒഴിച്ച് എല്ലാ ഭാഗത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പൈനാപ്പിളിൻ്റെ തന്നെ ചോക്ലേറ്റ് കിട്ടുവാണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രഷ് സ്പ്രെഡ് ചെയ്യാം. ക്രീം സ്പ്രെഡ് ചെയ്ത് വീണ്ടും ക്രഷും വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. സ്ക്വയർ കേക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും പെർഫെക്റ്റായി ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാം എന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി ഇതിൻ്റെ മുകളിൽ യെല്ലോ കളറും പൈനാപ്പിൾ എസൻസും ആഡ് ചെയ്ത് കൊടുത്ത പൈപ്പിംഗ് ജെല്ലാണ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പൈപ്പിംഗ് ജെൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഇനി ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗാർണിഷ് ഉണ്ടാക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്രഷ് ഉപയോഗിച്ച് പൈനാപ്പിൾ കേക്ക് ചെയ്യുന്ന രീതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.